ഭക്തനെ സംബന്ധിച്ച് കൈവല്യസുഖം അഥവാ ഭഗവാന്റെ അസ്തിത്വത്തിൽ അലിഞ്ഞു ചേരൽ നരകീയമാണ്. എന്തുകൊണ്ടെന്നാൽ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്തി ബ്രഹ്മതേജസ്സിൽ അലിഞ്ഞു ചേരുന്നത് ആത്മഹത്യാപരമാണെന്ന് അവൻ കരുതുന്നു. ഭഗവാന് ഭക്തിയുടെ സേവനം അർപ്പിക്കുന്നതിനായി തൻ്റെ വ്യക്തിത്വം നിലനിർത്താൻ ഭക്തൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. ഉന്നത ഗ്രഹങ്ങളിലേക്ക് ഉയർച്ച കിട്ടുന്നതിനെ കേവലം ഒരു ഭയാജാലത്തിനേക്കാൾ ശ്രേഷ്ഠമായി അവൻ കരുതുന്നില്ല. ഒരു ഭക്തനെ സംബന്ധിച്ച് താൽക്കാലിക ഭൗതിക സന്തോഷങ്ങൾക്ക് യാതൊരു മൂല്യവുമില്ല. ഭക്തൻ അത്തരമൊരു ഉയർന്ന പദവിയിലായതിനാൽ അവന് ജ്ഞാനയോഗത്തിൻ്റെയോ കർമ്മയോഗത്തിൻ്റെയോ പ്രവർത്തനങ്ങളിൽ താല്പര്യവുമില്ല. കർമ്മത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പരിണത പ്രവർത്തനങ്ങൾ തീരെ നിരർത്ഥകങ്ങളായതാൽ അതീന്ദ്രിയ തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭക്തന് അവയിൽ ഒട്ടും തന്നെ താല്പര്യമില്ല. ഭക്തന് എല്ലാവിധ സന്തോഷവും ലഭിക്കാൻ ഭക്തിയോഗം പര്യാപ്തമാണ്. ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ യയാത്മാ സുപ്രസീദതി, ഒരുവൻ ഭക്തിയുടെ സേവനത്തിൽ പൂർണ്ണ സംതൃപ്തനാകാൻ കഴിയും. ഭക്തരുമായുള്ള സഹവാസത്തിൻ്റെ ഫലം അതാണ്. ഒരു പരിശുദ്ധ ഭക്തനാൽ അനുഗ്രഹിക്കപ്പെടാതെ പൂർണ്ണ സംതൃപ്തനാകാനോ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയ അവസ്ഥ മനസ്സിലാക്കുവാനോ ആർക്കും കഴിയില്ല.